ഹായ് എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എസ്തെറ്റിക് ഡെവലപ്മെന്റ് ആണ്. എസ്തെറ്റിക് ഡെവലപ്മെന്റിന്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് സെക്ഷൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്, അത് കാണുക എല്ലാവരും പ്രോപ്പറായിട്ട് തന്നെ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോട്ട് എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എസ്തെറ്റിക് ഡെവലപ്മെന്റ് 8th മൊഡ്യൂൾ ആണ് സൈക്കോളജിയുടെ. എന്താണ് എസ്തെറ്റിക് അല്ലെ, ഭംഗി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. എസ്തെറ്റിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എസ്തെറ്റിക് ഡയമെൻഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഈസ് കൺസേൺഡ് വിത്ത് developing a sense of appreciation of beauty and creativity in the various art forms such as musical, visual arts, drama, literature, etc. ഇതെല്ലാം എസ്തെറ്റിക് ഡെവലപ്മെന്റ്. നമ്മളൊരു സാധനത്തെ ഇഷ്ടത്തോടെ നോക്കുന്നു, ഇതെല്ലാം എസ്തെറ്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ്. ഈ പറയുന്നവ എല്ലാം തന്നെ ബ്യൂട്ടിയാണ് അല്ലെ. മ്യൂസിക് ആയാലും വിഷ്വൽ ആർട്സ് ആയാലും ഡ്രാമ ആയാലും ഇതൊക്കെ ഒരു ബ്യൂട്ടിയുടെ കൺസെപ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഇതുകൊണ്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്രിഷിയേറ്റ് ചെയ്യാണ്. ദ എക്സ്റ്റേണൽ ആസ്പെക്ട്സ് ഓഫ് ബ്യൂട്ടി ആർ കളേഴ്സ് അല്ലെ. കളർ നമ്മൾ ഓൾറെഡി ഇപ്പം മോണ്ടിസോറി സിസ്റ്റത്തിൽ തന്നെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് കളേഴ്സിനെ പറ്റിയിട്ട്. എന്താണ് കളേഴ്സ്? കുട്ടികൾക്ക് ഞാനിപ്പോ ഓരോ എക്യുപ്മെന്റ്സ് ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അസൈൻമെന്റ് എഴുതാൻ പറഞ്ഞാലും അതിൻ്റെ അത് ആ ഒരു അസൈൻമെന്റ് നിങ്ങൾ എഴുതുമ്പോൾ ഞാൻ പറയല്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഭാവനയിൽ എഴുതുക. എന്തുകൊണ്ടിട്ടാണ് അത് അങ്ങനെ പറയുന്നത്? ആ ഒരു രീതിയിൽ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ ആ ഒരു രീതിയിൽ എഴുതി കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ അത് അട്രാക്റ്റീവ് ആയിട്ട് കുട്ടികളുടെ അത് നേരെ അടിക്കും അല്ലെ. കുട്ടികൾക്ക് നല്ലൊരു അട്രാക്ഷൻ തോന്നി കുട്ടികൾ അതിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ചെയ്യും. അതേപോലെ ചില സൗണ്ടുകൾ കുട്ടികൾക്ക് പേടിയാണ്, ചില സൗണ്ടുകൾ നല്ല സൗണ്ടുകളൊക്കെ കേൾപ്പിച്ചു കൊടുക്കുക. പാട്ട്, അതേപോലെ തന്നെ ഷേപ്സ്, ഓരോന്നിന്റെ ഷേപ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക. റൈംസ്, ഇതൊക്കെ എന്ന് പറയുന്നത് ബ്യൂട്ടിയുടെ ഒരു എറ്റേണൽ ആസ്പെക്ട്സ് ആയിട്ടാണ് ഇതിന്റെ അകത്തൂടെ കണക്കാക്കുന്നത്. അതുകൂടാതെ ഡിഫറെന്റ് വേസ് ടു എൻകറേജ് ചിൽഡ്രൻ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിൽ കുട്ടികളെ എൻകറേജ് ചെയ്യാൻ പറ്റും. വളരെ ചെറുതായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണിത്. ടീച്ചേഴ്സ് ക്യാൻ പ്രാക്ടീസ് ഇൻ സിംഗിങ് സോങ്സ് അല്ലെ. കുട്ടികളെ കൊണ്ട് നല്ല രീതിയിൽ പാട്ട് പാടിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെ. കുഞ്ഞു ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ റൈംസ് ഒക്കെ പാടി ആക്ഷൻ സോങ് ഒക്കെ പാടിയൊക്കെ ചെയ്യുന്നത് കാണാം. ഡാൻസ് ആയാലും അല്ലെ, നേഴ്സറി റൈംസ് ആയാലും ഇതൊക്കെ പാടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഷ്യൂർ ഹി ക്യാൻ ടേക്ക് ഔട്ട് ഇൻ ടു ദ പ്ലേസ് വിച്ച് ആർ നാച്ചുറലി ബ്യൂട്ടിഫുൾ അല്ലെ. അവർ നാച്ചുറൽ ആയിട്ട് ബ്യൂട്ടിഫുൾ ഉള്ള പ്ലേസുകളിൽ അവരെ കൊണ്ടുപോവുകയും അതുകൂടാതെ encourage them to draw picture making various object മോഡലൊക്കെ അവരെ കൊണ്ട് ഉണ്ടാക്കിക്കുക അല്ലെ. നമ്മൾ ഓരോന്ന് പറയത്തില്ലേ, ഓരോ എക്സിബിഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ മോഡൽസ് ഒക്കെ അവർക്ക് ഉണ്ടാക്കുകയും അതേപോലെ തന്നെ മ്യൂസിയത്തിലും സൂയിലും പാർക്കിലും ഒക്കെ കൊണ്ടുപോവുക. അതുകൂടാതെ ഗാർഡനിങ് അല്ലെ, പൂന്തോട്ട പരിപാലനത്തിനെയൊക്കെ അവർ കൂടുതലായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ കൈകാര്യം. ഷ്യൂർ ഹി ക്യാൻ ടേക്ക് ഔട്ട് ദ സൂസ്, മ്യൂസിയം, പാർക്ക് അവരൊരു പിക്നിക്കിംഗ് ഒക്കെ കൊണ്ടുപോവുകയും അല്ലെ. അതുപോലെ ഗാർഡനിങ്ങും അതുപോലെ തന്നെ വീട് ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുട്ടികളെ കൂടുതലായിട്ടും എൻകറേജ് ചെയ്യിപ്പിക്കണമെന്നാണ് ഈ ഒരു മൊഡ്യൂളിലൂടെ കൂടുതലായിട്ടും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു മൊഡ്യൂളാണ്, വളരെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നുള്ളൂ. ഇപ്പൊ എന്താണേലും അല്ലെ, കുട്ടികളുടെ സോങ് ആണേലും ഡാൻസ് ആണേലും റൈംസ് ആണേലും ഇതൊക്കെ ഒരു ബ്യൂട്ടിയാണ്. ഇതെല്ലാം കുട്ടികൾ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു ബ്യൂട്ടി ആയിട്ട് തോന്നും. കുട്ടികളല്ല ആര് ചെയ്താലും അതൊരു ബ്യൂട്ടിയാണ്. അപ്പം അതാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ ആ ഒരു ബ്യൂട്ടി ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക, അതായത് എസ്തെറ്റിക് ഡെവലപ്മെന്റ് എല്ലാ കുട്ടികളിലും വളർത്തിയെടുക്കുക. കളേഴ്സിലാണെങ്കിലും സൗണ്ട്സിലാണെങ്കിലും ഷേപ്സിലാണെങ്കിലും റൈംസിലാണെങ്കിലും. ചിലതൊക്കെ കുട്ടികൾക്ക് സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ പേടിയാവും, പക്ഷെ അതൊക്കെ നമ്മളൊന്ന് മാനേജ് ചെയ്ത് അത് അങ്ങനെയാണ്. ചില കുട്ടികൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കുക്കറിന്റെ വിസിലടിക്കുന്നതൊക്കെ കുട്ടികൾക്ക് പേടിയായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നമ്മൾ കുറച്ചുകൂടി ഇതായി കഴിയുമ്പോൾ നമ്മളത് മാറ്റി മാറ്റി എടുക്കുക. അതൊക്കെ എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെന്റ് തന്നെയാണ് ഒരു തരത്തിൽ. അപ്പൊ ഇതാണ് ഈ ഒരു മൊഡ്യൂളിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എസ്തെറ്റിക് ഡെവലപ്മെന്റ് 8th മൊഡ്യൂൾ ആണ് സൈക്കോളജിയുടെ. എല്ലാവരും പ്രോപ്പറായിട്ട് തന്നെ കാണാം. കൂടാതെ ഇതിന്റെ ക്ലാസ് പ്രോപ്പർലി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്, അതും കാണണം. വളരെ ചെറിയൊരു ഒറ്റ പേജ് ഉള്ളൊരു മൊഡ്യൂളാണ്, അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ചെറിയൊരു സെക്ഷൻ ആണ്. അപ്പൊ എല്ലാവർക്കും ഇത് ഞാൻ പറയാതെ തന്നെ അറിയാവുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ്, മനസ്സിലാകുന്ന പോർഷനും കൂടിയാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരെ ഓക്കെ, ബൈ, താങ്ക് യു.